KPCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VT സതീശൻ. ഡൽഹിയിൽ KC വേണുഗോപാലിന്റെ വസതിയിലാണ് ചർച്ച. മുഖ്യമന്ത്രി ആരെ പിന്തുണക്കുമെന്നതിലാണ് ആകാംക്ഷ. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനായി മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയതായിരുന്നു. സർക്കാരുമായി സഹകരിച്ചു പോകുന്ന ഒരാൾ KPCC അധ്യക്ഷനാകണം എന്നാണ് VT സതീശന്റെ നിലപാട്. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, ആന്റണി ഉൾപ്പെടെ MP-മാരും മാത്യു കുഴൽനാടൻ MLA-യും ജോസഫ് വാഴക്കനുമാണ് പരിഗണനയിൽ. നേരത്തെ K മുരളീധരൻ, സണ്ണി ജോസഫ് തുടങ്ങിയവർ ഹൈക്കമാൻഡിനെ നിലപാട് അറിയിച്ചിരുന്നു. KC പക്ഷത്തു നിന്നും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പ്രധാന പേരുകളിൽ ഒന്നാണ് മാത്യു കുഴൽനാടൻ. ഇതിനിടെ പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച് സംസ്ഥാന മുതിർന്ന നേതാക്കളുടെയും മുൻ KPCC അധ്യക്ഷന്മാരുടെയും അഭിപ്രായങ്ങൾ തേടാൻ ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി ചുമതലപ്പെടുത്തിയിരുന്നു. നിലവിലെ അധ്യക്ഷനായ സണ്ണി ജോസഫിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. സംസ്ഥാന കോൺഗ്രസിൽ KPCC അധ്യക്ഷനില്ലാത്തത് നിലവിൽ വലിയ സംഘടനാ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എത്രയും വേഗം പുതിയ അധ്യക്ഷനെ നിയമിക്കേണ്ടത് അത്യാവശ്യമാണെന്ന നിലപാടിലാണ് AICC നേതൃത്വം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതോടൊപ്പം ഓണത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണവും പൊതുവിതരണ സംവിധാനങ്ങളും അതിവേഗം പൂർത്തിയാക്കി സംസ്ഥാന സർക്കാർ. ഓണക്കിറ്റ് വിതരണം തടസ്സപ്പെട്ടുവെന്ന രീതിയിൽ നടക്കുന്ന പ്രചരണങ്ങളെല്ലാം വ്യാജമാണെന്ന് കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഓഗസ്റ്റ് 18 ഉച്ചയ്ക്ക് 2:30 വരെയുള്ള ഓണക്കിറ്റുകളുടെ ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രചരണങ്ങൾ മുഖ്യമന്ത്രി പൊളിച്ചത്. സംസ്ഥാനത്ത് ആവശ്യമുള്ളതിൽ കൂടുതൽ ഓണക്കിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. റേഷൻ കടകളിൽ എത്തിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന ആകെ കിറ്റുകളുടെ എണ്ണം 6,02,609 ആണ്. യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് 5.93 ലക്ഷം ഓണക്കിറ്റുകളാണ് ആവശ്യമുള്ളത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷാമം ഒഴിവാക്കാൻ കരുതൽ എന്ന നിലയ്ക്ക് 6 ലക്ഷത്തിൽ പരം കിറ്റുകൾ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 3,06,092 കിറ്റുകൾ ഇതിനോടകം റേഷൻ കടകളിൽ എത്തിച്ചും കഴിഞ്ഞു. അതായത് ആകെ തയ്യാറാക്കിയ കിറ്റുകളുടെ പകുതിയിലധികം വിതരണത്തിനായി എത്തിച്ചു കഴിഞ്ഞു.